സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന ദൃശ്യയിൽ കൂടി ചിന്ത നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതിനും നമുക്ക് ഉള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. ഒരു ആഹ്വാനത്തോടെ ആ വാക്യം നടത്തുന്നത്, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പൊ അടുത്ത് ചെല്ലുക അല്ലെങ്കിൽ അടുത്ത് വരിക എന്നുള്ള പ്രയോഗം വരുമ്പോൾ ഓർക്കണം, ഇത് എഴുതുന്ന സമയത്ത്, ഈ പറയുന്ന സമയത്ത് ഇവരെല്ലാം എവിടെ നിൽക്കുക? അകന്ന് നിൽക്കുക. അപ്പൊ അകന്ന് നിൽക്കുന്നവരോടാ പൗലോസ് പറഞ്ഞത്, ഇനി അകന്ന് നിൽക്കരുത്, നിങ്ങളെല്ലാം ഇനി അടുത്ത് വരാൻ. ഈ ചിലരെ യോഗം വെച്ചാൽ ചിലര് പോവുകയല്ല. നേരത്തെ അവരുടെ സഭയിൽ പറയല്ല, അവരാ യോഗം വെക്കുന്ന അങ്ങോട്ടാരും മിണ്ടുന്നില്ല. എന്റെ കാലം എനിക്കറിയാം. സ്തോത്രം. ഇവര് പിന്നെ അകന്ന് നിന്ന് ഇത് വീക്ഷിക്കും. ശബ്ദമുണ്ട്, ആ ശബ്ദം കേൾക്കുന്ന അറ്റത്ത് പോയി നിൽക്കുകയുള്ളൂ, അന്നങ്ങോട്ട് അടുക്കുകയല്ല. ചെല്ല് പിന്നെ അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് കേൾക്കും. അപ്പൊ അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ പറയാ, അവിടെ എവിടെ നോക്കി നിൽക്കാതെ ഞാൻ അടുത്ത് വരാം. എല്ലാരും അടുത്ത് വരണം. അതെ, ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാം. കഴിഞ്ഞ 2 രാത്രിയിലും അഭിഷിക്തന്മാരിൽ കൂടി ശക്തിയേറിയ ആലോചന ദൈവം അറിയിക്കുകയുണ്ടായി. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലാണ് വായിച്ചത്. വേദപുസ്തകത്തിലെ ലേഖനങ്ങളിൽ വളരെ എടുത്തു പറയത്തക്ക ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് വർഷങ്ങള് പഴക്കമുള്ള സഭയായതുകൊണ്ടും വിശ്വാസികൾ പഴക്കമുള്ളവരായതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല തിട്ടം കാണും. അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. ഈ എബ്രായ ലേഖനത്തിന് വേറെ പുസ്തകം പഠിക്കുന്നവര് കൊടുത്തിരിക്കുന്ന വേറൊരു പേര് പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമല്ല. പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകം. കാരണം പെരുന്നാളുകള്, യാഗങ്ങൾ, പഴയ നിയമ ദൈവാലയം, യഹൂദന്റെ ദൈവാലയം, ദൈവാലയത്തിനകത്തുള്ള ഉപകരണങ്ങൾ, ആരാധനകളുടെ ക്രമം, ചട്ടം, വിധി, ശുദ്ധീകരണ പ്രക്രിയ, അതിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാം പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകവും പുറപ്പാട് പുസ്തകവും എല്ലാം അതിൽ നിന്നെല്ലാം കൂടെ ചേർത്ത് കോർത്ത് ഈ പുസ്തകത്തിൽ ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വേദപഠിതാക്കളിൽ ചിലര് ഈ എബ്രായ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമാണ്. കാരണം ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം അതിന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും എല്ലാം ലേവ്യ പുസ്തകത്തിലുണ്ട്. അപ്പോൾ വളരെ ഈടുറ്റ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനം പൗലോസ് എഴുതിയത് അല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന ചിലരുണ്ട്. ഇത് അപ്പൊല്ലോസിൽ നിന്നും ബർന്നബാസിൽ നിന്നും അക്കിലാവും പ്രിസ്കില്ലയും കൂടെ ചേർത്തെഴുതുന്നും ആദിമ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ ചിലരെ എഴുതിയെന്നും ഇങ്ങനെയൊക്കെ ഒത്തിരി വാദഗതികളുണ്ട്. എന്നാൽ ഈ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ബോധ്യപ്പെടും, മറ്റു ലേഖനം കൂടെ ചേർത്ത് പഠിച്ചാൽ ഇത് ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനം. കാരണം ഇതിൽ ഈ അധ്യായത്തിന്റെ ഘടനകൾ, പഴയ നിയമത്തിലെ പ്രവചന സൂക്തങ്ങൾ, ന്യായപ്രമാണത്തിലെ വാക്യശകലങ്ങൾ, ഇതെല്ലാം കൂടി എടുത്ത് ചേർത്ത് കോർത്ത് ഇണക്കി പുസ്തകത്തിൽ ചേർത്ത് ചെലുത്തിയിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഇത് എഴുതുവാൻ അസാധ്യം. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന്
ന്യായപ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായി, വളരെ കൃത്യമായി, കൃത്യത്തിന് പഠിച്ച് പ്രാപിച്ച ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. അതങ്ങനെ തന്നെ, തർക്കമൊന്നും വേണ്ട. നമ്മള് ഉടക്കണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിലെ അങ്ങ് ഉടക്കൊന്നും വേണ്ട. എബ്രായ ലേഖനം ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനം. ഇനി ഈ എബ്രായ ലേഖനം എഴുതുവാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം, എബ്രായ വിശ്വാസികൾ ഈ മാർഗത്തിൽ വന്നു. ഏത് മാർഗം? ക്രിസ്തു മാർഗം എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ക്രിസ്തുവിനെ സേവിപ്പാൻ, ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ ക്രിസ്ത്യാനിയായി തീർന്നെന്നർത്ഥം. അപ്പൊ അങ്ങനെ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് ആദ്യം ചിന്തിക്കണം. സ്തോത്രം. നമ്മൾ പറയുന്ന എല്ലാവരും ക്രിസ്ത്യാനിയൊന്നും അല്ല. വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാം, ശരിയായ ക്രിസ്ത്യാനി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവ പൈതല ക്രിസ്ത്യാനി. അല്ലാത്ത ഒന്നും ക്രിസ്ത്യാനി അല്ല. അല്ലാത്തതെല്ലാം ജാതികളാണ്. ജാതികൾ. വേറെ പുസ്തകത്തിന്റെ ഭാഷയിലായി പറയാം. വേറെ പുസ്തകം പഠിച്ചാൽ, പുതിയ നിയമം പഠിച്ചാൽ 2-3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കുന്നത്. 1 ജാതികൾ, 2 ദൈവസഭ, 3 യഹൂദൻ. നമുക്കറിയാം യഹൂദന്മാരാരും ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഇല്ല. യഹൂദനെ കണ്ടാൽ അറിയാം. എന്നെ നിങ്ങളെ കണ്ട യഹൂദനാണെന്നൊന്നും ആർക്കും മനസ്സിലാകുകയില്ല. യഹൂദനല്ല. നമ്മൾ വെറുതെ ഞെളിയൊന്നും വേണ്ട. ഇവിടെ ഈ ഏരിയയിലെങ്ങും ഇല്ല. ചിങ്ങവന സൈഡിലും ഇല്ല, റാന്നി സൈഡിലും ഇല്ല, കല്ലിശ്ശേരി സൈഡിലും ഇല്ല, ഒഴവൂര് സൈഡിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അങ്ങ് യഹൂദന്മാരില്ല. മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്നു. അവരെ സമയമായപ്പോൾ അങ്ങ് കയറിപ്പോ. പിന്നെ 1-2 ഫാമിലി ഉണ്ടെന്ന് കേൾക്കും. എല്ലാം തൂത്തടിച്ചു പോയി. പിന്നെ ഞങ്ങൾ യഹൂദന്മാരാന്നും പറഞ്ഞ് ഇതിലെ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ പറയാം. ചിലതിനെ കണ്ട വറകലം തോറ്റു. യഹൂദന്മാരാരുമില്ല. വല്ല വിസിറ്റിങ്ങിനോ നാട് കാണാനോ വല്ലതും വന്നെങ്കിലായി. അല്ലാതെ ഇവിടെ പാർട്ടി ശരിച്ച് കോട്ടയം ജില്ലയിൽ യഹൂദനേ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. പിന്നെയുള്ളത് ദൈവസഭയാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോർഡല്ല, അത് നമ്മളൊരു സംഘടനയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ബോർഡ് വെച്ചേക്കുന്നതാണ്. അതല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട. കേൾക്കുന്ന ഇടത്ത്, ഇരിക്കുന്ന ഇടത്തിരുന്ന് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, അപേക്ഷിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ പരിഹരിക്കണം, എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അപ്പൊ യഹൂദന്മാർ ഇവിടെ ഇല്ല. പിന്നുള്ളത് ദൈവസഭയാണ്. ബാക്കി മുഴുവൻ ജാതികളാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് യാതൊരു പ്രതികരണവും ഇല്ല, വിശ്വാസവും ഇല്ല. പിന്നെ ഞാൻ ഇതിന്റെ സത്യം പറഞ്ഞേ ചെന്ന് പോകും. പണ്ട് കവി പറഞ്ഞ പോലെ, സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥമറിയുന്നു ദുഷ്ടന്മാർ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അപ്പൊ ശ്രദ്ധിക്കുക, സാരമുള്ള വചനങ്ങൾ കേട്ടാൽ ഇത് നീരസമായിട്ട് വിടുന്ന ആൾക്കാരുണ്ട്. അവർക്കത് വിഷയമൊന്നുമല്ല. അതിന് അടുത്ത ഉദാഹരണം പറയാം. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം.
പശുവിന്റെ അകിട് തൂങ്ങിക്കിടക്കുക, നിറച്ച് പാലാ. എന്നാലും കൊതുക് ചെന്നിരുന്ന നന്നായി ഇച്ചിരി പാല് കുടിച്ചേച്ച് പോകാം. പാല് സമ്പൂർണ്ണാഹാരമാണ്. കൊതുകിന് താല്പര്യമില്ല. കൊതുകിന് ചോര തന്നെ കൊതുകിന് കൗതുകം. കൊല്ലാട് സഭയിലെയാ, കൊല്ലാട് ദേശത്തെയാ, ഞാൻ ഇന്ത്യ ദൈവസഭയുടെയാ ആളാന്നൊക്കെ പറഞ്ഞാലും ചിലക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ സെമിത്തേരിക്ക് കാശുമൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വോത്രം. പരുത്തുംപാറ ഒരു സെല്ലും ഉണ്ട്. അടുത്ത ദിവസം അന്നേ ശ്വാസം മുട്ടലും മിമ്മിഷ്ടമുണ്ട്. പിന്നെ ഇനി വേറെ സഭയിൽ ചെന്ന ആരും അങ്ങനെ എടുക്കുകയും ഇല്ല. കാരണം ഇവിടെ ഉടക്കുണ്ടാക്കുന്ന പുള്ളിയാണെന്ന് നാട്ടുകാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ എന്നാ പിന്നെ ചാകുന്നതിനും വരെ ഇവിടെ തന്നെ മിണ്ടുന്നില്ലല്ലോ, കൂടി അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചിന്താഗതിയുള്ളവരുണ്ട്. എന്നാൽ ഓരോ ദിവസവും ആത്മാവിൽ ബലപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ ബോധ്യപ്പെടും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിൽ വരാം. ഇവര് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നവരാണ് എബ്രായ വിശ്വാസികൾ. ഇവർ യഹൂദ മതം വിട്ടാണ് നസ്രായ മാർഗത്തിലേക്ക് വന്നത്. നമുക്കറിയാം, യഹൂദനെ കണ്ടാൽ അറിയാം അവന്റെ സ്വഭാവം, സംസാരം, പ്രകൃതി, ജീവിതചര്യ, നിഷ്ഠ, ചിട്ട, വസ്ത്രധാരണം, വേഷം, ഭാഷ എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതുപോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളതാണ്. ദൈവത്തിന് പ്രത്യേക സമ്പത്താണ്. അവരെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള യഹൂദനെ കണ്ടാൽ അന്നേരം മനസ്സിലാക്കാം. കാരണം ഈ പ്രത്യേകതയെല്ലാം അവർക്ക് ഒത്തിരി ഉണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ച്, നമുക്ക് അറിവുള്ള വാക്യമാ. എന്നിരുന്നാലും റോമാലേഖന 9-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ ഒന്ന് വായിച്ചാൽ യഹൂദനുണ്ടാകുന്ന വിശേഷതകളെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. എനിക്ക് വലിയ വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധനുള്ള സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അടുത്ത പദങ്ങൾ, അവർ ഇസ്രായേലിയർ. അവര് ഇസ്രായേലിയർ. അപ്പൊ യഹൂദന്റെ ക്വാളിറ്റി അവിടെ കൊടുത്താടോട്ട്. അവർ ഇസ്രായേലിയർ. ഇനി അവരുടെ വിശേഷതയാ അവർ ഇസ്രായേലിയർ. പുത്രത്വവും. അപ്പൊ ശ്രദ്ധിച്ചേ, പുത്രത്വം അത് യഹൂദന് മാത്രമുള്ളതായിരുന്നു. പുത്രത്വം. അടുത്തത് തേജസ്സും. തേജസ് അത് യഹൂദന് മാത്രം വെച്ചിരുന്നതാ. പിന്നെ നിയമങ്ങളും. നിയമം അതെല്ലാം അവർക്കുള്ളതാ. പിന്നെ ന്യായപ്രമാണം അത് യഹൂദന് മാത്രമുള്ളതാ. അടുത്തത് ആരാധന അതും അവർക്ക് മാത്രമുള്ളതാ. പിന്നെ വാഗ്ദത്തങ്ങൾ അതും അവർക്ക് മാത്രമുള്ളതാ. അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിതാക്കന്മാർ നമ്മുടെ ഉദ്ദേശിക്കുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അത് അവര് പ്രാർത്ഥിക്കുമ്പോ അങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ നമ്മളെങ്ങും അങ്ങനെ കയറി വിളിച്ച് പ്രാർത്ഥിക്കരുത്. അവിടെ പിതാക്കന്മാരുടെ ചുമ്മാ വിറപ്പിക്കരുത്. നമ്മളങ്ങനെ കയറി വിളിച്ചാൽ പല ആൾക്കാർ വന്ന് ചോദിക്കും, കുഞ്ഞനാമ എന്തിനാടി എന്നെ വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലായോ? അവിടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് ചോദിച്ചാൽ പുള്ളി വന്ന് നോക്ക്, എന്നെ വിളിച്ച എന്നാന്ന് ചോദിക്കും. മനസ്സിലായോ? നമ്മൾ പറയില്ലേ, ഞങ്ങൾ വിളിച്ചില്ല. ഇല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെ വന്നതാണ് പറയുന്നത്. ചെരുപ്പിടാൻ നടന്നു. മനസ്സിലായോ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് വെച്ചാൽ തള്ളയും കൊച്ചും കൂടെ വരും. മോളി എന്തിനടി വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണമായിട്ട് പറഞ്ഞതുള്ളൂ, ഒത്തിരി പറയാനുണ്ട്. ഇനി ബാക്കി നിങ്ങൾ അങ്ങ് വെറുതെ ഇരിക്കല്ലയോ, പൂരിപ്പിക്കും. ഒരു സ്തോത്രം പോലും പറയുന്നില്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാ മതി. എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. നിന്നെയാ യേശു രക്ഷിച്ചേ, നിനക്ക് വേണ്ടി ആ കർത്താവ് ജീവനെ തന്നത്, നിനക്ക് വേണ്ടി അവിടുന്ന് രക്തം ചിന്തിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ പിതാക്കന്മാരും അവർക്കുള്ളവർ. ഇനി ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. അവരിൽ നിന്ന്. ഇതൊക്കെ യഹൂദന്റെ വിശേഷതയാണ്. ആരാധനയെല്ലാം അവർക്ക് മാത്രമാണ്.
ഇത് പറയുമ്പോൾ ഞാൻ പുറകോട്ട് കേരളത്തിലെ ചില കാര്യവും ചിന്തിക്കാനുണ്ട്. പണ്ട് നമ്മൾ ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് മനുഷ്യനെല്ലാം ആരാധിക്കണം എന്നൊരു ചിന്തയുണ്ടല്ലോ. അപ്പൊ ആ ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഏത് വ്യക്തിക്കും ഉണ്ട്. അപ്പൊ ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാവരെയും ഒന്നും എല്ലായിടത്തും കയറ്റുകയല്ലായിരുന്നു ആരാധിക്കാൻ. മനസ്സിലായി കാണും? മനസ്സിലായില്ല? പണ്ട് കാലത്ത് എല്ലാ വിഭാഗക്കാരെയും ക്ഷേത്രങ്ങളിലൊന്നും കയറ്റുകയല്ല. പിന്നെ അത് കഴിഞ്ഞൊക്കെ ആ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത്. ക്ഷേത്രം ഇരിക്കുന്നതിന്റെ ആ റോഡിൽ കൂടെ പോലും പോകാൻ ഒക്കുകയല്ല. പേരും ഒന്നും ഞാനിപ്പോ പൊതുവെ പറയുന്നില്ല. ഒരു വലിയ പ്രമാണിയെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാള് കൊണ്ടുപോവുക. പുള്ളിയുടെ വണ്ടിയല്ല, അപ്പം വണ്ടി ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയപ്പോൾ പുള്ളി പറഞ്ഞെന്നാ അങ്ങോട്ട് പോകാൻ, ഞാൻ നടന്നു വന്നേക്കാം. കാരണം പുള്ളി അതിലേ പോകാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും വന്ന് വലിയ വലിയ ക്ഷേത്രങ്ങളുടെ അകത്ത് കയറാനോ അങ്ങോട്ട് ചെല്ലാനോ ഒക്കെ. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ നിങ്ങൾ ഒത്തോണ്ട് തന്നെ ആക്കുകയാണോ? ഓരോ ജാതിക്കാർക്ക് ഇത്ര അടി ദൂരം നടക്കണം. ശബ്ദം ഉണ്ടാക്കുമ്പോഴേ അടുക്കാനൊക്കുകയല്ല. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ചിലരെ കയറ്റത്തില്ലല്ലോ. കയറുമെന്നൊക്കെ പാടി നടക്കുന്നുണ്ട്. ഞാൻ അവിടെ കയറും, ഒരു ദിവസം പോകും, അതൊന്നും നടക്കുന്ന കേസല്ല. അതിലിന്റെ കൂടെ പാടി നടക്കാന്നല്ലാതെ നടക്കുന്ന കേസല്ല. എന്തുവാ അങ്ങോട്ട് എല്ലാവരും പോകുന്നു. ഒരു ശബ്ദവും കേൾക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ആരാധനയ്ക്കോ അന്നത്തെ നിലയിലാണെങ്കിലും ചെന്ന് കയറാനും എടുക്കാനും ഒന്നും കാണാനും ഒന്നും ഒക്കത്തില്ല. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. വിദ്യ അഭ്യസിക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് വിവരമില്ല. വിദ്യാഭ്യാസം ഉണ്ടല്ലേ വിവരം ഉണ്ടാവും. വിവരമില്ലാതിരുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് ആശാനും അത് കണ്ടേച്ച ഒരു ലൈൻ എഴുതി, അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അപ്പൊ അക്ഷരം അറിയാൻ മേലാത്തത് കൊണ്ട് യക്ഷിയും പേയുമെല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെ ഇരുന്ന കാലത്താ ദൈവിക ദർശനം പ്രാപിച്ച മിശ്രതിമാര് ഈ നാട്ടിൽ വന്ന് ചാത്തനെ കണ്ടെത്തി നിന്ന് വലിച്ചു കയറ്റി കാളയുടെ കൂടെ വെച്ച് ഒഴുകായിരുന്നു. സായിപ്പ് കുതിരവണ്ടിയെ പോയപ്പോ ഇനി വരാൻ പറഞ്ഞു. കണ്ടത്തിലെ കാളയ്ക്കൊപ്പം പൂട്ടിക്കൊണ്ടിരുന്ന പുള്ളിയെ പിടിച്ച് സായിപ്പ് കൊണ്ടുപോയി അക്ഷരമെല്ലാം പഠിപ്പിച്ചു. അക്ഷരം നന്നായിട്ട് പഠിപ്പിച്ചു. സായിപ്പിന് വരുന്ന ബുദ്ധിമുട്ട് അക്ഷരം പഠിപ്പിച്ചപ്പം ചാത്തന് വിവരമുണ്ടായി, ബോധമുണ്ടായി. ബോധമുണ്ടായപ്പം പുള്ളി ഈ പുസ്തകം ഇങ്ങനെ വായിച്ചപ്പം എഴുതിയിരിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. അപ്പൊ ചാത്തന് മനസ്സിലായി യക്ഷിയും പേയും ഒന്നും അല്ല ദൈവം, ജീവനുള്ള ഒരു ദൈവമുണ്ട്. വിവരം ഉണ്ടായത് കണ്ടോ? അതുണ്ടാകാതിരിക്കാനാ പറഞ്ഞ് മിണ്ടിപ്പോകരുത്. സംസ്കൃതം എങ്ങാനും പറഞ്ഞാൽ നിന്റെ നാവ് പിഴുതെടുക്കും. സംസ്കൃതം ഒന്നും വേണ്ട, മലയാളം പോലും പഠിക്കാൻ അനുവദിക്കുകയാണ്. പള്ളിക്കൂടത്തിൽ ഒരു കൊച്ചനെ കയറ്റിയെന്ന് പറഞ്ഞ ആ പള്ളിക്കൂടത്തിന് തീ വെച്ചത് പുല്ലാട്. തിരുവനന്തപുരത്ത് ഒരു പഞ്ചമി എന്ന് പറയുന്ന ഒരു കൊച്ചിനെ കയറ്റി പള്ളിക്കൂടത്തിന് അങ്ങ് തീ വെക്കുക, നെടുക നടന്നങ്ങ് തീ വെക്കുക. അങ്ങനെ പൊരുതി പോരാടി. അപ്പൊ ഈ അക്ഷരം നമ്മളെ പഠിപ്പിച്ച് അത് പഠിച്ചത് കൊണ്ട് വിവരമുണ്ടായി. വിവരം വെച്ചപ്പോ ഈ പുസ്തകം വായിക്കാനിടയായി. ഇത് വായിച്ച മനസ്സിലായി ഒന്നുമല്ല, ഇതെല്ലാം പരമാ ഒരു ദൈവമുണ്ട്, സത്യം സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, സകലരെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ജീവനുള്ള ദൈവമുണ്ട്, സത്യദൈവമുണ്ട്, ഏകദൈവമുണ്ട്, നിത്യദൈവമുണ്ട്. ഈ ബോധം നമുക്കുണ്ടായി. അവിടെ ഭാഗം അങ്ങ് വിടുക.
അപ്പോൾ ആരാധനയും ന്യായപ്രമാണവും പിതാക്കന്മാരും എല്ലാം യഹൂദനുള്ളതാണ്. ഇങ്ങനെയുള്ള ആ യഹൂദ ജനം യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ആരാധിക്കുവാൻ ഈ മാർഗത്തിൽ വന്നു. അപ്പൊ യഹൂദനെ സംബന്ധിച്ച് ജാതിയിൽ ശ്രേഷ്ഠരാണ്. തന്നെയുമല്ല, യെരൂശലേം ദേവാലയം ഇവരുടേതാണ്. തലയെടുപ്പോടെ നിൽക്കുന്ന അമ്പരചുംബിയായി ദേവാലയം. നമുക്കറിയാം 3 ഭാഗങ്ങളാണ്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇതിനകത്ത് ധാരാളം ഉപകരണങ്ങളുണ്ട്. മിക്കതും തങ്കം കൊണ്ടും പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും ക്രമീകരിക്കപ്പെട്ടതായ ഉപകരണങ്ങൾ. കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ, അബിയാക്കൂർ മുതൽ സെക്കറിയാക്കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. ഇവരുടെ എല്ലാം തലപ്പത്ത് നിൽക്കുവാനായിട്ട് മഹാപുരോഹിതൻ, അത് സ്ഥാനചിഹ്നപേക്ഷ വിഭൂഷിതനായിട്ട് മഹാപുരോഹിതൻ. ആ തലമുടിയും കെട്ടും വടിയും കൊടയും ആ വരവും ആ നിപ്പും ആ മാർപ്പതക്കവും പുള്ളിയുടെ ആ എഴുന്നള്ളത്തും വരവും ഒക്കെ കണ്ട ചുമ്മാ നിൽക്കുന്നവൻ വരവൊക്കെ ഉണ്ട്. പടി നിൽക്കുന്നവനാ മഹാപുരോഹിതനെ. അപ്പോൾ തലയെടുപ്പോട് നിൽക്കുന്ന യെരൂശലേം പള്ളി, നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിന്റെ സ്ഥാനങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അണിഞ്ഞ് ഒരു വരവ്. പിന്നെ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ പള്ളിക്കകത്ത്. യെരൂശലേം പള്ളി ജാതിയിൽ ശ്രേഷ്ഠര്, എവിടെ ചെന്നാലും മാന്യത, എല്ലാം കൊണ്ടും ഉന്നത ശ്രേണിപ്പെട്ടവരായ യഹൂദ ജനം. അപ്പൊ ഇങ്ങനെയുള്ള ഇവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വന്നു. അപ്പൊ യഹൂദൻ ഇതെല്ലാം വിട്ടേച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ജാതികളുടെ ശ്രേഷ്ഠത, അമ്പരചുംബിയായ യെരൂശലേം പള്ളി, തന്നെയുമല്ല അതിനോട് ചുറ്റുപാട് നിൽക്കുന്ന ഈ പല കാര്യങ്ങൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപനജംഗമ വസ്തുക്കൾ, പുരോഹിത വൃന്ദങ്ങൾ, അതിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം വിട്ടേച്ച് വരിക ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഞാൻ പറയാറുണ്ട്, പലതും വിടാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അവർക്കറിയാം ഇതാ സത്യമെന്ന്, പക്ഷെ പലതും വിടാൻ മനസ്സില്ല. അപ്പൊ യഹൂദ ജനം, എബ്രായ ജനം, എബ്രായ വിശ്വാസികൾ ഇതെല്ലാം വിട്ടതിന് ശേഷം നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നു. അപ്പൊ ആരംഭകാലത്ത് ഇവര് വളരെ തീഷ്ണതയോടെ നിന്ന ദൈവമക്കളാണ്. ആരംഭകാലത്ത് അവരുടെ തീഷ്ണതയ്ക്ക് നിദാനമായിട്ട് എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല, ഒരു വാക്യം വായിക്കണം. എബ്രായ വിശ്വാസികളുടെ തീഷ്ണതയ്ക്ക് നിദാനമായിട്ട് ഒരു വാക്യം വായിച്ചു. ആ എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിന്റെ 32 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ നമുക്ക് അറിവുള്ള വാക്യം എങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിച്ചാണ്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, സാക്ഷാൽ പ്രകാശം, സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ആരും വെട്ടം കൊണ്ട് നടക്കണ്ട, അവിടുന്ന് ആ വെളിച്ചം. യേശു ഇവിടെ ഇരിക്കുക, ഒരു ലൈറ്റ് അവിടെ ഇരുന്നോട്ടെ. ചേച്ചി പോന്നപ്പോ കറണ്ട് പോയി. യേശുവിന് ആ ലൈറ്റ് അടിക്കണ്ട, അവിടുന്ന് വെളിച്ചമാണ്, അവിടുന്ന് മാത്രമാ വെളിച്ചം. അപ്പൊ ഇരുള് മൂടിയ ലോകത്തിൽ, അന്ധകാര നിബിഡമായ ലോകത്തിൽ മനുഷ്യനെല്ലാം വെട്ടം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുക. ഈ രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും പറയട്ടെ, സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവേശുവിന്റെ അടുക്കൽ വന്നാൽ നിന്റെ ഇരുളുകളെല്ലാം മാറിപ്പോകും. ഈ സാക്ഷാൽ വെളിച്ചമാകുന്ന ഈ ദീപ വെളിച്ചം വന്നത് കൊണ്ടല്ലയോ എവിടത്തെ എല്ലാം ഇരുട്ടാ മാറിയത്. നിന്റെ വീട്ടിനകത്ത് ഇരുട്ട് മാറി. നീ കുടിച്ചു കൂത്താടി മതോന്മത്തിനായി നല്ലൊരു ചട്ടിയും കലവും നിന്റെ വീട്ടിലില്ലായിരുന്നു, ഉണ്ടായിരുന്നോ? നീ കുടിച്ച പണിക്ക് പോയാൽ 4 കാലയിലാണ് നീ തിരിച്ച് വന്നത്. അവസാനം റെയിൽവേ ട്രാക്കിലാണ് കിടന്നത്. എന്നെ അടിച്ചു. ആർക്ക് കലകം? ഒന്ന് പറ, നിങ്ങളൊന്ന് പറ. ആർക്ക് ആവലാതി? ആർക്ക് അനാവശ്യമായ മുറിവ്? ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ.
ഇങ്ങനെ ലോകക്കാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ട, എന്റെ കുടുംബത്തിൽ പോലും നിന്നെ വേണ്ടായിരുന്നു. എന്റെ ഭാഷയിൽ പറയും, ഒരു നല്ല ചട്ടിയും കലവും നിന്റെ വീട്ടിൽ ഇല്ല. ആകെ 2 മംഗലോ ഒരു പൊട്ടച്ചട്ടിയായിരുന്നു, അത് നീ എടുത്ത് അടിച്ചുടച്ചു. അല്ല, കുടിച്ച് ലക്ക് കെട്ട് വന്നപ്പോഴേ നിന്റെ വീട് അന്ധകാര നിബിഡമായ ഒരു ഭവനമായിരുന്നു. എന്നാൽ അന്ധകാരം മാറിയത് വെളിച്ചമാകുന്ന യേശു വന്നപ്പോഴാണ്. സ്തോത്രം. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നല്ല പാത്രമൊക്കെ, ചളങ്ങാത്ത കാലമല്ല. സ്തോത്രം. വീടിന്റെ ഇരുള് മാറിയത് വെളിച്ചമാകുന്ന യേശു നിന്റെ ഭവനത്തിൽ വന്നതുകൊണ്ട്. ഈ ദേശത്തിന്റെ ഇരുള് മാറിയത് സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ദേശത്ത് ഉയർത്തപ്പെട്ടപ്പോഴാണ്. പട്ടണങ്ങളുടെയും രാജ്യങ്ങളുടെയും എല്ലാം ഇരുള് മാറണമെങ്കിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തണം. തത്തുല്യമായൊരു പ്രയോഗം ബൈബിളിലുണ്ട്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. യേശുക്രിസ്തുവിന്റെ നാമം, ക്രിസ്തുവേശു എവിടെ ഉയർത്തപ്പെടും അവിടെ അന്ധകാരം മാറും. അതുകൊണ്ട് യേശുവിനാരും വെളിച്ചമൊന്നും അടിച്ചു കൊടുക്കണ്ട, അവിടെ നിന്നാണ് വെളിച്ചം. അപ്പൊ ഇതാ വായിക്കുന്നത്, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം. അങ്ങനെ എഴുതിയേക്കുന്നത്, വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം എന്നർത്ഥം. നിങ്ങൾ ഈ മാർഗത്തിൽ വന്നതിന് ശേഷം, അതാ അതിന്റെ അർത്ഥം. ശേഷം നിന്ദകളാലും പീഡകളാലും ഊത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ആരംഭകാലം. അങ്ങനെ ഈ മാർഗത്തിൽ വന്നാൽ കഷ്ടതയും നിന്നയും അപമാനവും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. മാർഗത്തിൽ വന്നാ ഉണ്ട്. ആക്ഷേപിക്കും. ഒരു കല്യാണ വീട്ടിൽ ചെന്ന് നിന്നെ ആക്ഷേപിക്കും. ഒരു വിരുന്ന് വീട്ടിൽ ചെന്നേ അവരെല്ലാം കൂടെ വട്ടം വരുന്ന് സോറ പറഞ്ഞിരിക്കുക, നീ അതിനെ ഉൾക്കൊള്ളുന്നില്ല. നീ ഇപ്പൊ തന്നെ അടുക്കലും നീയാ പറയുന്നത്. അവരോട് പറയാ, ബാ നമുക്കെല്ലാം ചെന്നേരുന്ന സോറ. നിന്റെ കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വേർപാട് പാലിക്കുന്നവരുടെ കാര്യമായി പറയാൻ. മനസ്സിലായോ? ബന്ധുക്കോസുകാരുടെ കാര്യമല്ലേ പറഞ്ഞ, വേർപാടുള്ളവരുടെ കാര്യമായി പറയാൻ. അപ്പൊ അങ്ങനെയുള്ളവരെ ആക്ഷേപിക്കും, അല്ലേ? ആക്ഷേപിക്കും. അനിയത്തിയുടെ മോടെ 28 കെട്ട് ചേച്ചിയും കൂടെ വരാൻ പറഞ്ഞത്, ഞാൻ വരുന്നില്ല. അതിനാ ഞാൻ ബന്ധുക്കോസില്ല. അതിനെ കോസിനകത്ത് പോയാൽ 28 കെട്ടാൻ വേണ്ടി ഞങ്ങളത് ഉപയോഗിക്കത്തില്ല. എന്നാലും കൊച്ചുങ്ങൾക്ക് 28 കെട്ടുന്ന വാറതാനൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ചരട് ഇല്ലല്ലോ ആരും. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, കെട്ടിയെന്ന് പറ, ഒക്കുന്നെങ്കിൽ വൈകിട്ട് അങ്ങ് അഴിച്ചു കളാം. ഞാൻ വേണ്ട എന്നാൽ വേർപാട് പാലിക്കുന്ന ദൈവമക്കളുടെ കാര്യമാ പറഞ്ഞത്. ഈ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി, ഈ പ്രമേണത്തിന് വേണ്ടി വേർപാടോടെ നിന്നാൽ ആക്ഷേപവും അപമാനവും നിന്നേ ഉണ്ടാകും. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം. നാടില്ല, വീടില്ല, കൂടുമില്ല, കൂടെ വരാനേറെയാളുമില്ല. നാടില്ല, വീടില്ല, കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്. പോകാമിനി നമുക്ക് പോകാമിനി, കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. പോകാമിനി നമുക്ക് പോകാമിനി, കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. ഈ മാർഗത്തിൽ വരുമ്പോൾ അപമാനവും നിന്ന ആക്ഷേപവും ഉണ്ട്, ഇല്ലേ? ഒത്തിരി അപമാനം സഹിച്ച അമ്മമാര് ചിലപ്പോ ഇവിടെ കാണും. പലരും മൺമറഞ്ഞു പോയി. പെന്തിക്കോസ് വന്നപ്പോ കമ്മലും മാല ഊരി.
ഭ്രാന്ത് പിടിച്ചവനല്ല. ഇത് പെന്തിക്കോസാ. സ്തോത്രം. പട്ട് പിടിച്ചവൻ ഒത്തിരി ഉണ്ട്. നമ്മൾ പറയും പയ്യൻ അത് നമ്മുടെ പഴയ പാസ്റ്ററുടെ മോനാ, അവന്റെ ഭ്രാന്താ എന്നല്ലാതോ. എടാ ഇതിന് വില കൊടുത്തവരുണ്ടെന്ന്. കമ്മലും മാല ഊരിയെന്ന് പറഞ്ഞ് ഇടി കൊണ്ട് ഊപ്പാട് വന്ന അമ്മയുണ്ടെന്ന്. അന്നേരം ആ വട്ടം കയറി പറയുന്ന ഊരുണ്ടെന്ന്. അങ്ങനെയൊന്നും സഭയ്ക്കകത്ത് കയറ്റിയേക്കരുത്. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. വട്ടന്മാരൊത്തിരി ഉണ്ടെന്ന്. സ്തോത്രം. മിന്നി പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഇടി കൊണ്ട എത്ര അമ്മമാരുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ കുഞ്ഞാങ്ങച്ചമ്മയുണ്ട്. പെന്തിക്കോസി വന്നു, ആഭരണം അങ്ങ് ഊരി വീട്ടിൽ ചെന്നപ്പോ ഇടിച്ചു. അവരാച്ച നല്ല ഇടിയാ അടിക്കുന്നത്. അപ്പൊ കൊച്ചമ്മേനോട് പറഞ്ഞ ഞാൻ അന്ന് 10-60 കിലോ ആണ് അച്ഛാ, ഞാൻ 19 കിലോ ഉണ്ട്, 80 കിലോയുടെ ഇടിയാ ഞാൻ എന്ന്. ഇടിയാ ഇടടി എന്ന് പറഞ്ഞാ ഇടിക്കുന്നത് ഏറാ. പിന്നെ അച്ഛൻ പറഞ്ഞ എന്റെ ജീവൻ പോയാ ഇടുകയെന്ന് പറഞ്ഞു. അവസാനം വന്ന സംഭവം കൂടെ പറയാ. ഇടിച്ച അവറാച്ചൻ ഇതിനകത്ത് വന്നു, കൊച്ചമ്മ കിട്ടില്ല. ഈ മാർഗം അങ്ങനത്തെ മാർഗമാണ്. ഇതിനകത്ത് വാക്യം എങ്ങനെ? നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരുക. അപ്പൊ അപമാനവും ആക്ഷേപവും ഒക്കെ ഉണ്ടാകും. പണ്ടൊക്കെ അങ്ങനല്ലേ പെന്തിക്കോസുകാർ സഹോദരന്മാര് മീശ പഠിക്കും. അപ്പൊ അവൻ സഭായത്തിന് വന്നിരുത്ത് ഞെരടുക. അവൻ ആ സെക്രട്ടറി. ആ മുടിയും വളർത്തി എന്നതാടാ പിടിച്ചവനെ എല്ലാം സഭയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുക. ഏനാ നിങ്ങൾ ഇങ്ങനൊക്കെ ഇരിക്കുന്നേ? ഞാൻ ഇച്ചിരി കഴിയുമ്പോ അങ്ങ് പൊക്കോളാം. ഇതിനു വേണ്ടി നിന്ന സഹിച്ചവരുണ്ടെന്ന്, അപമാനം സഹിച്ചവരുണ്ട്, പീഡ സഹിച്ചവരുണ്ട്. അവര് കഷ്ടം സഹിച്ച് പീഡ സഹിച്ച് ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചത് കൊണ്ടാ നമുക്ക് ഈ മാർഗത്തിലേക്ക് വരുവാൻ ദൈവം അവസരം തന്നത്. അപ്പൊ ഈ മാർഗത്തിൽ വരുമ്പോൾ ആക്ഷേപം ഉണ്ടാകും, നിന്ന പരിഹസിക്കും. നിങ്ങള് ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ മെച്ചമായി തുടങ്ങി. കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് വെള്ളയും സാരി ഉടുത്ത് അല്ലെ വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് മീശയൊക്കെ വെടിച്ച് വണ്ടിയിലൊന്ന് കയറി ഇരിക്കുന്നവരെല്ലാം നോക്കും. നമ്മളാണ്ട് മോട്ടിച്ചത് പോലെ. 3 പേരിക്കുന്ന സീറ്റിലാണെങ്കിൽ 2 പേരേ ഉള്ളൂ. നമ്മളോട് ഇരിക്കാൻ ചിലപ്പോൾ ഇരിക്കുന്ന ഒന്നുകൂടെ അങ്ങ് നമ്മളെ ഇരുത്താതിരിക്കാൻ. പെന്തിക്കോസിൽ പോയെന്ന് പറഞ്ഞ് വിവാഹ പന്തലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്ന് വില വലിച്ച് ചിറക്കി വിട്ട ചരിത്രമുണ്ട്. പാട്ട കൊട്ടി കളിയാക്കിയിട്ടുണ്ട്. ചാണകം തളിച്ച് ചാണകവെള്ളം തളിച്ചിട്ടുണ്ട്. വസ്തു ഭാഗോടമ്പടി ചെയ്തപ്പോ 1 സെന്റ് ഭൂമി പോലും കൊടുത്തിട്ടില്ല. സ്തോത്രം. എന്തും വേണ്ട ഉപദ്രവങ്ങളേറ്റ ഭക്തന്മാർ. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകുകയല്ല. അവനിപ്പോ ഇച്ചിരി കാശ് കൊണ്ട് ഒരു മൊബൈലും കയ്യിലുണ്ട്. ഇവനോടൊക്കെ ഇതാണ് ബ്രഹ്മലോകം. സ്തോത്രം. നല്ലതിന് വില കൊടുത്തവരുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ആരംഭകാലത്ത് വളരെ നിന്ദയും അപമാനവും ആക്ഷേപവും പരിഹാസവും സഹിച്ച ഈ വേലയ്ക്ക് ചുമല് കൊടുത്തത്. അപ്പൊ എബ്രായ വിശ്വാസികൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് ായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം എന്ന് പറഞ്ഞ ആരംഭകാലം ഈ നാട്ടിലും അങ്ങനെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ യോജിക്കുമോന്നൊന്നും അറിയത്തില്ല. ഇന്ത്യ ദൈവസഭയായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. ദൈവസഭയായതുകൊണ്ടാ. ആ കുക്ക് സാഹിബ് ഇവിടെ വന്ന് എന്ത് കഷ്ടം സഹിച്ചു, എന്ത് കഷ്ടം സഹിച്ചു. പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു വീട്ടിൽ ചെന്നപ്പം, ഇന്നത്തെ കാലമല്ലേ, കപ്പ പുഴുങ്ങിയത് കൊടുത്തു. വേറെ മീനും ഇറച്ചിയും ഒന്നും കൊടുക്കാൻ പരുവോ ഇല്ല. പിന്നെ അന്നത്തെ അമ്മ കാന്താരി പറിച്ചേ അടച്ചോറ്റിപ്പലക വെച്ച് ഉടച്ചു. സായിപ്പ് കപ്പക്കിഴങ്ങെടുത്ത് കാന്താരി മുക്കിരുന്നു. ഊത്തലെടുത്ത് അങ്ങേരുടെ ഊപ്പാട് വന്നു.
അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് പോലും ആ മരം ചുവടോടെ ഇവിടുത്തെ വലിയ മരത്തെ നമ്മ പറിച്ചോണ്ട് അന്ന് പുള്ളി പറഞ്ഞിട്ട് നിൽക്കുന്ന ആ മരം ചുവടോടെ. നമുക്ക് രസകരമായി തോന്നുമെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണ്. നാരകത്താനി യോഗം നടക്കുമ്പോൾ ഒരു വീടിന്റെ ധനാഢ്യന്റെ വീടിന്റെ മുറ്റത്താ യോഗം. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാര് ആ ധനാഢ്യന്റെ വീട്ടിലോട്ട് ഓടിക്കേറി. മഴയല്ലേ, ഓടിക്കേറി. സായിപ്പ് സ്റ്റേജിൽ നിൽക്കുക. സ്റ്റേജിൽ നിന്നും പറയാൻ ഒക്കുകയല്ല. ഒരു വിഭാഗം ആൾക്കാര് ധനാഢ്യന്റെ വീട്ടിലോട്ട് കയറി ഓടി മഴയത്ത്. ഒരു വിഭാഗം ആൾക്കാര് എരുത്തിലോട്ട് ചെന്ന് കയറി. കാലം ഓർക്കണം. അപ്പോൾ നടത്തിപ്പുകാർക്ക് ഒരു ചിന്ത, സായിപ്പ് എങ്ങോട്ട് ചെന്ന് കയറും. സായിപ്പ് ആ വീട്ടിൽ ചെന്ന് കയറുമോ, എരുത്തിലോട്ട് പോയി കയറുമോ? ആരും ചോദിക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല. ഇങ്ങനെ വളരെ അക്ഷമരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ വന്ധ്യനായ ആ നല്ല മനുഷ്യൻ, മിഷനറി, എരുത്തിലോട്ട് ചെന്ന് കയറി. അതാ പെന്തിക്കോസ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകാരിയാണോ? സ്തോത്രം. ഞാനോ നിങ്ങളോ ആയിരുന്നേലോ ആ വലിയ വീട്ടിൽ കയറിയവനോട് പറയും, ഇറങ്ങിപ്പോടാ, ഞാൻ ഇവിടെ വിട്ട് കയറാൻ പോവാ. ഈ അവരുടെയൊക്കെ ദർശനം വലുതാ. സ്തോത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ നിന്നേ അപമാനവും സഹിച്ച അവിടുന്ന് പിന്നെ ചരിത്രം, നിങ്ങൾ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, നാരകത്താനിന്ന് രാത്രി റാന്തൽ വിളക്കം തൂക്കി സായിപ്പ് നടന്ന് കുമ്പനാട്ട് വന്നെന്നാ. അന്ന് വെള്ളിക്കര ചോദ്യയുടെ വീട്ടിലാ വന്ന് കയറിയത്. രാത്രി അവിടെ വന്ന് പാർത്തു. ഞാനിത് സൂചിപ്പിച്ച എന്താന്ന് വെച്ചാൽ, അങ്ങനെ ഈ മാർഗത്തിന് വേണ്ടി നിന്നെന്നായി പറഞ്ഞത്. അത് ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരംഭകാലത്ത്, പൂർവ്വകാലം നിന്ന് അപമാനവും ആക്ഷേപവും പീഡയും പങ്കപ്പാടും ഒക്കെ സഹിച്ച ആ എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത് ഈ മാർഗത്തിന് വേണ്ടി നിന്നത്. നമ്മളൊരു പഴയ പാട്ട് മിക്കപ്പോഴും പാടുമല്ലോ, കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് യേശുവായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് യേശുവായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ആരംഭകാലത്ത് ഈ മാർഗത്തിന് വേണ്ടി നിന്ന് സഹിച്ചവരാ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവസഭയുടെ ആരംഭകാലത്ത് അപമാനം സഹിച്ച് നിന്ന് സഹിച്ച പിതാക്കന്മാരും മാതാക്കളും ഉണ്ടായിരുന്നു. എന്റെ ഭാഷ ഞാൻ പറയാം, വയറ് നിറച്ചവര് പലരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വണ്ടി എന്നൊക്കെ എഴുതി വായിച്ചതല്ലാതെ വണ്ടി എന്നതാന്ന് പോലും അതുങ്ങൾക്ക്. ഇപ്പൊ നമുക്ക് 2 വീലർ ആന്നേലും അല്ലെ 3 വീലുള്ളതാന്നേലും 4 ആന്നേലും ദൈവം തന്നില്ലേ? സ്തോത്രം. കറണ്ട് ഒന്നും ഇല്ലായിരുന്നു പണ്ട്, പക്ഷെ ഒറ്റ യോഗം മുടക്കുകയല്ലായിരുന്നു. അട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതുകൊണ്ട്. അപ്പൊ ആരംഭകാലത്ത് ഇവര് ഈ മാർഗത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്നവരാ. അവിടെ തീഷ്ണതയ്ക്ക് നിദാനമായിട്ട് വേറൊരു വാക്യം കൊണ്ട് വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും
രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു, നല്ലതുപോലെ ശുശ്രൂഷിച്ചു. ആരംഭകാലത്ത് എന്റെ ഭാഷയെ പറഞ്ഞ മക്കൾക്ക് പോലും ചൊവ്വിന് ഭക്ഷണം കൊടുത്തില്ല, പക്ഷേ സുവിശേഷം അറിയിക്കുന്നവരെ കണ്ടാൽ അവർക്ക് കൊടുക്കുവാൻ. പഴയ അമ്മമാരൊക്കെ അങ്ങനെ, പിള്ളേർക്ക് മുട്ടയൊക്കെ കോഴി ഇട്ട അടുത്ത് പാത്ത് വെക്കും, ഉപദേശിക്ക് കൊടുക്കും. കൊച്ചുങ്ങളെല്ലാം വിലക്കി വെച്ച് നടക്കുക, ഒരു മുട്ട കിട്ടിയാൽ കൊള്ളാന്ന്. കൊച്ചുങ്ങൾ കാണാൻ ഈ പാത്ത് വെക്കുന്നത്, കോഴി കൊക്കുമ്പോഴേ തള്ളയാടി മുട്ട എന്നെ എടുത്ത്